ഹൃദയത്തിൻ്റെ വാൽവിൻ്റെ അസുഖങ്ങളുടെ ലക്ഷണങ്ങളും അതിൻ്റെ ചികിത്സയെപ്പറ്റിയും നമുക്കൊന്ന് നോക്കാം. ഹൃദയത്തിൻ്റെ വാൽവിൽ വലതുവശത്ത് 2 വാൽവും ഇടതുവശത്ത് 2 വാൽവുമാണ് ഹൃദയത്തിലുള്ളത്. അപ്പോൾ ഈ വാൽവുകൾ അസുഖം കൊണ്ട് ബാധിക്കുമ്പോൾ 2 വിധത്തിലുള്ള അസുഖം വരാം. ഒന്നാമത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അസുഖം എന്ന് പറയുന്നത് വാതപ്പനി വന്നിട്ട് ഈ ഹാർട്ടിനെ ബാധിക്കുന്ന ഒരു അസുഖമാണ്. ഇതിനെ റുമാറ്റിക് ഫീവർ എന്ന് നമ്മൾ പറയും. രണ്ടാമതായിട്ട് നമ്മൾ കാണുന്ന അസുഖം, അതായത് വയസ്സുകാലത്ത് ഈ വാൽവ് ചുരുങ്ങിപ്പോവുകയും ഈ വാൽവിൽ ചുണ്ണാമ്പടിയുന്ന അസുഖം വരികയും ചെയ്യുന്നതിനാണ് നമ്മൾ ഡീജനറേറ്റീവ് വാൽവ് ഡിസീസ് എന്ന് പറയുന്നത്. ഇപ്പോൾ കേരളത്തിൽ ഈ വാതപ്പനി വളരെയധികം കുറഞ്ഞു നമ്മൾ കാണാറില്ല. എന്തെന്ന് വെച്ചാൽ ഈ സ്ട്രെപ്റ്റോകോക്കൽ ഇൻഫെക്ഷൻ വളരെയധികം പീഡിയാട്രീഷ്യൻസ് കൺട്രോൾ ചെയ്തിട്ട് ഈ വാതപ്പനി നമുക്ക് വളരെ റെയറായിട്ടേ നമ്മൾ കാണാറുള്ളൂ. അതുകൊണ്ട് ഈ വാൽവിലുള്ള ചുരുക്കങ്ങൾ 15 വയസ്സ് മുതലുള്ള അസുഖം നമ്മൾ കാണുന്നില്ല. നമ്മളിപ്പോൾ കേരളത്തിൽ കാണുന്ന ഒരു പ്രധാനപ്പെട്ട അസുഖം എന്ന് പറയുന്നത് ഡീജനറേറ്റീവ് വാൽവ് ഡിസീസാണ്. ഈ ഡീജനറേറ്റീവ് വാൽവ് ഡിസീസ് എന്തുകൊണ്ടാണ് വരുന്നത്? നമ്മുടെ ഭക്ഷണ രീതിയിൽ ഉണ്ടാകുന്ന ഒരു മാറ്റങ്ങൾ കൊണ്ടാണ്. വളരെയധികം ഫാറ്റി ഫുഡ് കഴിക്കുകയും പിന്നെ വളരെയധികം നോൺ വെജ് ഫുഡ് കഴിക്കുന്ന ആൾക്കാർക്കും വളരെയധികം BP ഉള്ള ആൾക്കാർക്കും ഡയബറ്റീസും ഉള്ളത് കൊണ്ടാണ് ഈ ഡീജനറേറ്റീവ് വാൽവ് ഡിസീസ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഈ ഡീജനറേറ്റീവ് വാൽവ് ഡിസീസ് ഉള്ളവർക്ക് ഉണ്ടാകുന്ന ലക്ഷണങ്ങൾ എന്തൊക്കെയായിരിക്കും? തലച്ചുറ്റ ഒരു പ്രധാനപ്പെട്ട ഒരു സിംറ്റമാണ്. ഇപ്പോൾ തലച്ചുറ്റ ഉള്ള ആൾക്കാർ ഇമ്മീഡിയറ്റായിട്ട് നമ്മൾ ഈ വാൽവിൻ്റെ ഒരു അസസ്മെൻറ്റ് ചെയ്യണം. രണ്ടാമതായിട്ട് വരുന്ന ഒരു ലക്ഷണമെന്ന് പറയുന്നത് പാൽപിറ്റേഷൻ. വളരെയധികം ഹൃദയത്തുടിപ്പ് വർദ്ധിക്കുകയും ഈ രോഗികൾ ഡോക്ടറുമായി ബന്ധപ്പെടുമ്പോൾ ഈ വാൽവിലെ ചുരുക്കങ്ങളും ഈ ലീക്കും നമ്മൾ കാണാറുണ്ട്. മൂന്നാമതായിട്ട് വരുന്ന ലക്ഷണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെഞ്ചുവേദന. ചിലപ്പോൾ ഈ വാൽവിൻ്റെ അസുഖമുള്ള ആൾക്കാരും നെഞ്ചുവേദനയായിട്ട് ഡോക്ടറെ സമീപിക്കാറുണ്ട്. നാലാമതായിട്ട് നമ്മൾ കാണുന്ന ലക്ഷണമെന്ന് പറയുന്നത് ഈ ശ്വാസം മുട്ടലാണ്. ഒരു 5 അടി നടക്കുമ്പോൾ രോഗികൾക്ക് ശ്വാസം മുട്ടൽ അനുഭവപ്പെടുകയും ഈ രോഗികൾ വന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ അവർക്കൊരു മെർമർ ചിലപ്പോൾ കിട്ടും. നമ്മൾ ഈ സ്റ്റെത്ത് വെച്ച് നോക്കുമ്പോൾ ഇവർക്ക് നമ്മൾ വാൽവുലർ ഹാർട്ട് ഡിസീസ് ഉള്ളതായിട്ടാണ് നമ്മൾ കാണുന്നത്. ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ 2 വിധത്തിൽ ഇതിനെ ചികിത്സിക്കാം. ഒന്ന്, ഇത് ഹാർട്ടിൻ്റെ ഓപ്പറേഷൻ ചെയ്ത് ഓപ്പൺ ഹാർട്ട് സർജറി ചെയ്ത് ഈ വാൽവ് മാറ്റിവെക്കുകയും, രണ്ടാമതായിട്ട് ഇപ്പോൾ ടാവി എന്ന് പറഞ്ഞൊരു പ്രൊസീജിയർ വന്നിട്ടുണ്ട്. അതായത് ഈ നമ്മൾ താക്കോൽ ദ്വാരം വഴി തന്നെ ഈ വാൽവ് മാറ്റിവെച്ച് ഒരു വലിയൊരു മുറിവ് ഒഴിവാക്കുന്ന ഒരു പ്രക്രിയയും നമ്മൾ കാണാറുണ്ട്. ഇങ്ങനെ നമ്മൾ നമ്മുടെ നാട്ടിൽ ഈ വാൽവിൻ്റെ അസുഖത്തിൻ്റെ ചികിത്സയിൽ വളരെയധികം അഡ്വാൻസ്മെൻറ്റ് വരികയും ഈ രോഗികളെ പെട്ടെന്ന് നമ്മൾ തിരിച്ചറിയുകയും ഇവർക്ക് വേണ്ടതായിട്ടുള്ള ചികിത്സ നമ്മൾ കൊടുക്കാറുമുണ്ട്.